ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കുന്നവരാണെങ്കിൽ ഇനി വെറുതെ റാപ്പ് മാത്രം ചെയ്യാണ്ട് ഇതുപോലെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി അതിൽ ഗിഫ്റ്റ് കൊടുത്തു നോക്കൂ. അപ്പൊ അവർക്ക് എന്തായാലും കുറച്ചും കൂടി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് നമ്മളൊരു പേപ്പർ എടുക്കാം. ഞാനിവിടെ ഒരു റെഡ് പേപ്പർ ആട്ടോ എടുത്തിട്ടുള്ളത്. അഥവാ നിങ്ങളുടെ കൈമേൽ ഇങ്ങനത്തെ ഒരു പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാ നോട്ട്ബുക്കിന്റെ പേജ് എടുത്താലും മതി. ലൈൻ ആയിട്ടുള്ള നോട്ട്ബുക്കിന്റെ പേജ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും കേട്ടോ. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള പേജിനെ ചെറുതായിട്ട് സൈഡ് മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ പശ തേച്ചിട്ട് പകുതിയാക്കി മടക്കി ഒട്ടി. എന്നിട്ട് അതിനെ വീണ്ടും പകുതിയാക്കി മടക്കുക. എന്നിട്ട് ഇതുപോലെ പേജിന്റെ രണ്ട് സൈഡുകളും മടക്കി കൊടുക്കുക. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസി ആട്ടോ. ഇത് ഞാനൊരു 5 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സൈഡ്സ് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്താൽ തന്നെ നമ്മൾ പണി കഴിഞ്ഞു. നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് ഈ ബോക്സിന്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റൂട്ടോ. ഇത് നമുക്ക് കൂടുതലായിട്ട് ഭംഗിയാക്കി എടുക്കണമെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള പേപ്പറിൽ ഇത് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിക്കുക, അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി ഒട്ടിക്കും ചെയ്യും. ഇനി ഇത് നമ്മൾ കൂട്ടി ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ഈ സെയിം പേപ്പർ യൂസ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുകയോ ചെയ്താലും മതി. നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇതുപോലെയുള്ള ക്യൂട്ട് ഐറ്റംസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ഇടണേ.